വികസനത്തിനെ കേവലം സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന ഒരു സാമ്പത്തിക പ്രവർത്തനമായിട്ടല്ല അദ്ദേഹം കണ്ടത്. ജനങ്ങൾക്ക് പങ്കാളികളാവേണ്ട ഒരു സാമൂഹ്യ പ്രക്രിയയായിട്ടാണ്. കാരണം വികസനത്തിൽ കൂടുതൽ സമ്പത്തുണ്ടായ പോരാ, അത് ജനങ്ങൾക്ക് അനുഭവവേദ്യമാവണം, അവർക്കും കൂടി ലഭിക്കണതിൻ്റെ ഒരു പങ്ക്. അതിൻ്റെ നടത്തിപ്പിലും തീരുമാനമെടുക്കലും ജനങ്ങൾക്ക് പങ്കാളികളാവുകയാണ്. അങ്ങനെ ജനങ്ങൾ പങ്കെടുക്കുന്നത് അവരുടെ പൗരബോധത്തെയും നല്ല മനുഷ്യരാക്കുന്നതിനും സഹായിക്കും ആ കൂട്ടായ്മ എന്നാണ് അദ്ദേഹം കരുതിയത്. അങ്ങനെ ജനങ്ങൾക്ക് പങ്കാളിത്തം കൊണ്ടുവരാൻ കഴിയാം അവരുടെ പ്രാദേശിക തലത്തിലാണ്. സംസ്ഥാന തലത്തിലെല്ലാം വോട്ട് പങ്കെടുക്കുക മാത്രമേ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ശാസ്ത്രത്തെ സാമ്പത്തിക കാര്യങ്ങളിൽ സന്നിവേശിപ്പിച്ച് നമ്മുടെ കൃഷിയും ചെറുകിട വ്യവസായവും സേവനങ്ങളും ഒക്കെ മെച്ചപ്പെടുത്തുമ്പോൾ തന്നെ അതെന്ത് വേണം, എങ്ങനെ വേണം എന്നെല്ലാം പരമാവധി താഴെത്തട്ടിൽ തന്നെ തീരുമാനിക്കണം എന്നൊരു വികസന കാഴ്ചപ്പാടിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുള്ളൊരു കാര്യം അധികാര വികേന്ദ്രീകരണം. അതിൽ കേരളത്തിൻ്റെ ഒട്ടനവധി പരീക്ഷണങ്ങൾ കേരളത്തിൻ്റെ നാനാഭാഗത്ത് നടത്തുകയും അതിൻ്റെ എല്ലാം ഏറ്റവും ഉയർന്ന തലമായിട്ടുള്ളൊരു ജനകീയ ആസൂത്രണത്തിലൂടെ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ലഭ്യമല്ലാത്ത പ്രാദേശിക അധികാര ഇടം സ്ഥാപിച്ചെടുക്കുന്നതിനും അദ്ദേഹം മുൻകൈയെടുത്തു.